ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. നോൺ സ്റ്റിക് പാനിലെ കോട്ടിംഗ് പോയ ശേഷവും ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മുന്നറിയിപ്പുമായി വിദഗ്ധർ. ഉപയോഗത്തിന് സൗകര്യപ്രദമായ ഒന്നായാണ് പലരും നോൺ സ്റ്റിക് പാത്രങ്ങൾ കാണുന്നത്. കരി പിടിച്ച പാത്രങ്ങളും അടുപ്പുകളുമെല്ലാം അടുക്കളയിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. ഗ്യാസ് അടുപ്പുകളും അവയ്ക്ക് അനുയോജ്യമായ പാത്രങ്ങളുമാണ് അടുക്കളയിൽ ഇന്ന് ഭരിക്കുന്നത്. നോൺ സ്റ്റിക് പാത്രങ്ങളാണ് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും കൂടുതലായി കാണുന്നത്. നോൺ സ്റ്റിക് പാത്രങ്ങളിൽ പാകം ചെയ്യുന്നതിന്റെ അപകടങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ പാകം ചെയ്യുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. നോൺ സ്റ്റിക് പാനുകളിലെ സെറാമിക് കോട്ടിംഗ് ഇളകിപ്പോയ ശേഷവും അത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ICMR അടുത്തിടെ പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നു. നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് പകരം സെറാമിക്, കാസ്റ്റ് അയോൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങിയവ തിരഞ്ഞെടുക്കാമെന്നും ICMR നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ അപകടകാരികൾ ആകുന്നത്? ICMRും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും അടുത്തിടെയാണ് 17 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. അതിലൊന്ന് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ അപകട സാധ്യതയെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. പാചകത്തിന് സൗകര്യപ്രദമായ ഓപ്ഷനായാണ് പലരും നോൺ സ്റ്റിക് പാത്രങ്ങളെ കാണുന്നത്. മറ്റു പാത്രങ്ങളെ പോലെ ഭക്ഷണം അടിയിൽ പിടിക്കില്ല. പാചകത്തിന് കുറച്ചെണ്ണ മാത്രമേ ചിലവാകൂ. പാത്രം വൃത്തിയാക്കാനും എളുപ്പമാണ്. തുടങ്ങിയവയാണ് ഇവ അടുക്കളയിൽ മുൻനിര സ്ഥാനം പിടിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. എന്നാൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ കോട്ടിങ്ങിനായി ഉപയോഗിക്കുന്ന ടെഫ്ലോൺ എന്ന PFOIയും PFOSും എന്ന രാസവസ്തുക്കളാണ്. നോൺ സ്റ്റിക് പാത്രങ്ങൾ അതായത് 170 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാകുമ്പോൾ ഈ രാസവസ്തുക്കൾ വായുവിലേക്ക് വിഷപ്പുകകളായി പുറന്തള്ളും. ഇത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്കും കലരാൻ സാധ്യതയുണ്ടെന്നും ICMR മുന്നറിയിപ്പ് നൽകുന്നു. മാത്രവുമല്ല, ഈ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും തൈറോയിഡിന് തകരാറുകളും ചിലതരം അർബുദങ്ങൾ എന്നിവയ്ക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ നോൺ സ്റ്റിക് പാത്രങ്ങൾ പരിസ്ഥിതിക്കും ദോഷകരമാണ്. ഇത്തരം പാത്രങ്ങൾ വലിച്ചെറിയുന്നത് മലിനീകരണത്തിനും പരിസ്ഥിതി നശീകരണത്തിനും കാരണമാകുന്നു. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് പാചക ആവശ്യങ്ങൾക്കായി പരിസ്ഥിതി സൗഹൃദ ബദലിലേക്ക് മാറണമെന്നും ICIR നിർദ്ദേശിക്കുന്നു. സെറാമിക്, കളിമണ്ണ്, കാസ്റ്റ് ഇരുമ്പ് തുടങ്ങിയ നോൺ സ്റ്റിക് പാനിന് പകരം ഉപയോഗിക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നോൺ സ്റ്റിക് പാത്രങ്ങൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം? ഒഴിഞ്ഞ പാൻ ചൂടാക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇവ വേഗത്തിൽ ചൂടാകുകയും വിഷപ്പുകകൾ പുറത്തു വരികയും ചെയ്യുന്നു. ചെറുതും ഇടത്തരവുമായ തീയിൽ പാകം ചെയ്യുന്നതിനാണ് അനുയോജ്യം. നോൺ സ്റ്റിക് പാനുകളിൽ പാകം ചെയ്യുമ്പോൾ ചിമ്മിനി അല്ലെങ്കിൽ എസ്കോസ്റ്റ് പാനുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കഴുകുമ്പോൾ നോൺ സ്റ്റിക് കോട്ടിംഗ് കേടുവരാത്ത രീതിയിൽ സ്പോഞ്ചും സോപ്പും ചെറു ചൂടുവെള്ളവും ഉപയോഗിച്ച് മൃദുവായി കഴുകുക. കോട്ടിംഗ് നശിക്കുമ്പോൾ പാത്രം ഒഴിവാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീല്, കാസ്റ്റ് ഇരുമ്പ്, കല്ല്, സെറാമിക് കുക്ക്വെയർ എന്നിവയിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും അനാരോഗ്യകരമാകുമെന്നും ICMR മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഉയർന്ന അളവിൽ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും ചേർത്ത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പലവിധ രോഗങ്ങളെയും വിളിച്ചു വരുത്തും. ഈ ചേരുവകൾ അമിതമായി ചേർക്കുന്നത് പലപ്പോഴും അമിതവണ്ണം പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കും. ഈ ഭക്ഷണങ്ങളിൽ പോഷകങ്ങളുടെ അളവ് വളരെ കുറവും കലോറിയുടെ അളവ് വളരെ കൂടുതലുമായിരിക്കും. കൂടാതെ ഭക്ഷണങ്ങളിൽ അമിതമായി ഉപ്പ് ചേർക്കുന്നത് ഹൈപ്പർ ടെൻഷന് സാധ്യത വർദ്ധിപ്പിക്കുകയും വൃക്കകളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ഇത് പലവിധ രോഗങ്ങളെയും വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്നും ICMR മുന്നറിയിപ്പ് നൽകുന്നു. അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവ കുറവുള്ള ഭക്ഷണക്രമം അനീമിയ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കും. ഇത് ഓർമ്മയും പഠനശേഷിയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പ് പരമാവധി അളവ് 5 ഗ്രാമും പഞ്ചസാരയുടെ അളവ് 25 ഗ്രാമും കൂടരുതെന്നും ICMR മുന്നറിയിപ്പ് നൽകുന്നു. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.